എവ്രിവൺ, ഇറ്റ്സ് മീ മോംസി. വെൽക്കം ടു ബിയോണ്ട് ബുക്ക് സീരീസ് ഡേ 10. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. നോ പറയാൻ പഠിക്കുക. ഓക്കെ, ഒരു ചെറിയ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മേ ബി നിങ്ങൾ പഠനത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്കൊരു കോള് വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ടാണ്, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് ശരിക്കും നിങ്ങളുടെ മനസ്സവിടെ നോ, ഇപ്പോൾ വേണ്ട, നിങ്ങൾക്ക് ജോലി ഉണ്ട് എന്ന് പറയാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ അവരോട് പറയാ യെസ് ഞാൻ വരാമെന്നാണ്. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചൊരു റിയാലിറ്റിയാണ് അല്ലേ? കാരണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ ഭയക്കുന്ന കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇവിടെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എസ് പറയുമ്പോൾ നാം അവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? നോ പറയുകയാണ്. ഇത് കേൾക്കാൻ സ്ട്രോങ് ആണെന്നെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ടൈം, എനർജി, ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതിനാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ ഓരോ യെസ് പറയുമ്പോഴും, നമ്മളുടെ ടൈം കൊടുക്കുമ്പോഴും, നമ്മൾ നമ്മുടെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ലോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടാതെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളുകളോട് എസ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പിന്നീട് സ്ട്രെസ്സ് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു റിഗ്രഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇന്ന് നമുക്കൊരു പവർഫുൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ബൗണ്ടറീസ്. എന്താണ് ബൗണ്ടറീസ്? അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാം സെറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റ്സ് ആണ് ബൗണ്ടറീസ് എന്നുള്ളത്. ഇതൊരിക്കലും ഒരു സെൽഫിഷ് അല്ല, ഇത് നാം നമ്മളോട് ചെയ്യുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടൈം വെറുതെ കളയുന്ന 3 കാര്യങ്ങളൊന്ന് നോട്ടീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് ആയിരിക്കാം, അൺനെസസറി കോൾസ് ആയിരിക്കാം, അല്ലാതെ ഓൾറെഡി പ്ലാൻ ചെയ്യാത്ത പെട്ടെന്നുണ്ടായിട്ടുള്ള ഔട്ടിങ്സ് കാര്യങ്ങളായിരിക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിലായിരിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, എനിക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വർക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, നിങ്ങൾ നാളെ പോവാം, അല്ലെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം എന്നുള്ളത്. ഇതൊരിക്കലും നിങ്ങൾ റൂഡായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവരോട് ഇഷ്ടപ്പെടാനിട്ടോ ഒന്നും പറയുന്ന മറുപടിയല്ല. ഓക്കെ, ഈ ഒരു മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത്, ആ ഒരു റീസൺ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റൊക്കെ നമ്മൾ ഇത് മറ്റൊരാളോട് പറയുമ്പം, അതായത് ഒരാൾ നമ്മൾ വിളിക്കുകയാണ്, നമ്മളുടെ വർക്കിലാണ്, എനിക്കിന്ന് വരാൻ പറ്റില്ല, നമുക്ക് നാളെ കാണാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഗിൽറ്റ് തോന്നാം, നമുക്ക് ഫീൽ ചെയ്യാം അവർക്ക് വിഷമമായോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷെ മെല്ലെ മെല്ലെ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും, ഞാൻ എൻ്റെ സമയത്തെ, എൻ്റെ കാര്യങ്ങളെ വാല്യൂ ചെയ്തപ്പോൾ മറ്റുള്ളവരും അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഇനി തൊട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന അൺനെസസറി കാര്യങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നോ പറയാൻ പഠിക്കുക. ചെറിയ കാര്യമാണെങ്കിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വലിയതാണ്. ഓക്കെ, നമ്മളുടെ സമയം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണല്ലേ. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാരണത്താൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എസ് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ പ്രധാനപ്പെട്ടത്, നമ്മളുടെ ലിസ്റ്റിൽ എന്താണോ പ്രയോറിറ്റി ആയിട്ടുള്ളത്, ആ കാര്യങ്ങൾക്ക് നമ്മൾ എസ് പറയുക. നോ പറയേണ്ടിടത്ത് നമ്മൾ നോ തന്നെ പറയുക. ഓക്കെ, ദാറ്റ്സ് ദ ഗ്രോത്ത്, ദാറ്റ്സ് ദ മെച്യൂരിറ്റി.